ഹായ് ഫ്രണ്ട്സ്, നമ്മളീ പോകുന്നത് സരസമേളയിലെ മെഗാ ഇന്ത്യൻ ഫുഡ് കോർട്ടിലേക്ക് കേട്ടോ. ഇന്ത്യയിൽ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പരമ്പരാഗതമായിട്ടുള്ള ഭക്ഷണ വിഭവങ്ങളൊക്കെ കിട്ടുന്ന ഒരു മെഗാ ഫുഡ് കോർട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. വിശാലമായ വലിയൊരു ഹോൾ തന്നെയാണ് കേട്ടോ. ഇതിൽ ഒരുപാട് സ്റ്റാളുകളുണ്ട്, വിവിധ ഇനം ഭക്ഷണങ്ങൾ തയ്യാറാക്കി കൊടുക്കുന്ന സ്റ്റാളുകൾ. അപ്പോൾ ഇവിടുത്തെ ഭക്ഷണ വൈകിട്ട് 7 മണിക്ക് നവ്യ നായർ അവതരിപ്പിക്കുന്ന സോളോ ഭരതനാട്യം കച്ചേരി ആയിരിക്കും. അതിലേക്കും ഏവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നാളത്തെ കലാപരിപാടികളുടെ ഒരു ലിസ്റ്റാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. അതിലേക്ക് എല്ലാവരുടെയും സാന്നിധ്യം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവിടുത്തെ ഭക്ഷണ രീതി, നമുക്ക് ആദ്യം കൂപ്പൺ എടുക്കണം. നമുക്ക് ഏതാ ഭക്ഷണം വേണ്ട വെച്ചാൽ അതിനനുസരിച്ചുള്ള കൂപ്പൺ എടുക്കണം. അപ്പോൾ ഈ കൂപ്പൺ നമ്മുടെ ഓരോ ഭക്ഷണത്തിൻ്റെ റേറ്റിനല്ല, നമ്മൾ ഏകദേശം കൂപ്പൺ എടുക്കുക. ഒരു 200 രൂപയുടെ കൂപ്പൺ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കോർട്ടിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 160 രൂപയുടെ ഭക്ഷണം മേടിക്കണമെന്ന് വെച്ചാൽ തിരിച്ച് ബാക്കി 40 രൂപയുടെ കൂപ്പൺ ഇങ്ങോട്ട് തരും. ആ കൂപ്പൺ കൊണ്ട് നമുക്ക് ഇനി വേറെ ചായ എന്തെങ്കിലുമൊക്കെ മേടിക്കണമെങ്കിൽ മേടിക്കാം. അല്ല വെച്ചാൽ തിരിച്ച് പോരുമ്പോൾ ആ കൗണ്ടറിൽ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ, ആ കൂപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ആ 40 രൂപ പൈസ ആയിട്ട് റീഫണ്ട് കിട്ടും. അങ്ങനെയാണ് ഇവിടുത്തെ ഫുഡിൻ്റെ ഒരു ഐറ്റം വരുന്നത്. ഈ കാണുന്ന ഒരു ആദിവാസി, അട്ടപ്പാടി ആദിവാസി വനസുന്ദരി ഒരു ഫുഡാണിത്. ചിക്കനാണിത്. ദോശ, ചമ്മന്തി, ഈ അട്ടപ്പാടിയിലെ ഒരു മസാലക്കൂട്ടാണ് ഈ ചിക്കൻ ഉപയോഗിക്കുന്നത്. 200 രൂപയാണ് ഒരു പ്ലേറ്റിന് കൊടുക്കുന്നത്. പിന്നെ വരുന്ന ഒരു അട്ടപ്പാടി ചുക്ക് കാപ്പി ഉണ്ട്, വനസുന്ദരി 200 രൂപ. പിന്നെ ഊര് കാപ്പി, വിവിധയിനം ഫുഡുകളൊക്കെയാണ്. കുഴപ്പമില്ല. ഞാനൊരു കപ്പയും ബീഫും കഴിച്ചു നോക്കി, കുഴപ്പമില്ല. പലതരം ഐറ്റംസും കിട്ടാം. കംപ്ലീറ്റ് ചുറ്റുപാടും ഈ സ്റ്റാളുകളാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനുള്ളതൊക്കെ ഉണ്ട്. ഒരുവിധം എല്ലാ സ്റ്റാളിൻ്റെ മുകളിൽ ഫുഡിൻ്റെ ഒക്കെ റേറ്റ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളൊന്ന് കംപ്ലീറ്റ് ഒന്ന് കറങ്ങി കംപ്ലീറ്റ് വന്നു കഴിഞ്ഞാൽ, സ്റ്റാളിൽ വന്നു കഴിഞ്ഞാൽ നേരെ പോയി ഭക്ഷണം കഴിക്കരുത്. കംപ്ലീറ്റ് ഒരു റൗണ്ട് അടിക്കുക. അപ്പോൾ വെറൈറ്റി ഐറ്റംസുകൾ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് വിലയൊക്കെ നോക്കിയിട്ട് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങണൊക്കെ ആണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വിവിധ ഇനം ഭക്ഷണങ്ങളുണ്ട്. അപ്പോൾ ഈ മേള 10 ദിവസം ഉണ്ട്. ജനുവരി 11-ാം തീയതി വരെ ഉണ്ട്. അപ്പോൾ മറക്കണ്ട, എല്ലാവരും വരുമ്പോൾ ഒന്ന് എല്ലായിടമൊക്കെ ഒന്ന് സന്ദർശിച്ച് ഫുഡ് കോർട്ടിലൊക്കെ ഒന്ന് കയറി ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് പോകാൻ നോക്കുക.